ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ സുവിശേഷം അധ്യായം 19 26-27 മുതലുള്ള വാക്യങ്ങളാണ്. ആദ്യം ദൈവവചനം വായിച്ച് നമുക്ക് തുടങ്ങാം. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ വനിതാ ദിനത്തില് അമ്മയെ നൽകുന്ന സ്നേഹം എന്ന ഈ ഒരു തീം ധ്യാനിക്കുന്നത് ഏറ്റവും ഉചിതമാണെന്ന് തോന്നുന്നു. ഈ നിമിഷത്തില് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് പറയേണ്ടതെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്, എന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു. എനിക്കും അമ്മയോടുള്ള ബന്ധം, അമ്മ എങ്ങനെയാണ് കുരിശിന്റെ വഴിയിലൂടെ ഈ ലോകത്തെ രക്ഷിച്ചത്, അല്ലെ, ലോകത്തിന്റെ ജനങ്ങളുടെ കൂടെയായിരുന്നത്. കുരിശിന്റെ വഴിയിലൂടെ എങ്ങനെയാണ് പുത്രനെ അനുഗമിച്ചതെന്നും ഇപ്പോഴും നമ്മളെ എങ്ങനെയാണ് അമ്മ താങ്ങുന്നത് എന്നുള്ള ഒരു വലിയൊരു വിശ്വാസത്തിന്റെ രഹസ്യം ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പരിശുദ്ധ അമ്മ വലിയ ഒരു വിശ്വാസ പ്രതിസന്ധിയുടെ ഘട്ടത്തില് ഒറ്റ വാക്ക് പറഞ്ഞാണ് ദൈവഹിതത്തിന് അടിയറ വെച്ചത്. അതെന്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് ദൈവവചനമാണ്? ഇതാ കർത്താവിന്റെ ദാസി. പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതം ഒരു വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തില് ഇനി എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു അറിവുമില്ല. പക്ഷെ ആ ഒരു വലിയ വിശ്വാസ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ദൈവഹിതത്തിന് ടോട്ടൽ സറണ്ടർ, ആമേൻ പറഞ്ഞുകൊണ്ട് അടിയറ വെച്ച ഒരു ധീര വനിതയുടെ ഏറ്റവും വലിയൊരു മാതൃകയാണ് ഈ വനിതാ ദിനത്തിൽ. ഈ പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ധീരത്വത്തിനേക്കാളും വലിയൊരു മാതൃക നമുക്ക് വനിതാ ദിനത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നേ. തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാര്, നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള ഓരോ വ്യക്തികളും വനിതകളൊക്കെ ഒത്തിരിയേറെ ധീരമായ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുന്നില് ഏറ്റവും കെടാതെ നിൽക്കുന്ന ഒരു ദീപശിഖയായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ അത്രയും ആരും ദീപശിഖയായിട്ട് ഉയർന്നു നിന്നിട്ടില്ല. അപ്പം ആ ഒരു ദൈവവിളി സ്വീകരിച്ച, ഞാൻ ഈ വാക്ക് തന്നെ പറയും, ഞാനൊരു ക്രിസ്തുദാസിയാണ്. ഞങ്ങളുടെ പ്രത്യേകമായ ഒരു മോട്ടോ എന്ന് പറയുന്നത് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വാക്യമാണ്. കർത്താവിന്റെ ദാസി പരിശുദ്ധ അമ്മയാണ്. ആ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് ഞങ്ങളും. അപ്പം ദൈവവിളി സ്വീകരിച്ച ധീര വനിതയാണ് പരിശുദ്ധ അമ്മ. ദൈവവിളി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നു നിറഞ്ഞ ദാനങ്ങളും പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും എത്രയോ വലുതാണ്. നമുക്കറിയാം, എളിമയുടെ നിറകുടമായിരുന്നു പരിശുദ്ധ അമ്മ. ദൈവഹിതത്തിന് ഒരാള് അടിയറവ് വയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും എളിമ വേണം. 2, ഹൃദയ വിശാലത. പിന്നീട് അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം അത് ഈ ലോകം മുഴുവനെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയ വിശാലതയുടെ, മനസ്കതയുള്ള ഒരു ഹൃദയമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത്. കാരണം പിന്നീട് പരിശുദ്ധ അമ്മ പോയത് ദൈവപുത്രന്റെ അമ്മയായിരുന്നിട്ടും ആരെ ശുശ്രൂഷിക്കുവാനാണ്? എലിസബത്തിനെ ശുശ്രൂഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ മുന്നേറുകയാണ്. സേവന സന്നദ്ധത, വിശ്വസ്തത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിനും ഈശോയ്ക്കും, ഈശോ എന്ന ഒറ്റ ചിന്ത മാത്രമേ പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഉദരത്തിൽ വസിക്കുന്ന ആ ദിവ്യകുമാരൻ ഈശോ,
ദിവ്യ പൈതലിനെ, ദൈവപുത്രനെ സംരക്ഷിക്കേണ്ട ചുമതല പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതല് ആ ഒരു വലിയ ഒരു ബോധത്തിലേക്ക് അമ്മ വളരുകയായിരുന്നു. സന്തോഷം, പരിശുദ്ധ അമ്മയുടെ ആ ആനന്ദം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ജീവിത മാതൃക, ഇതൊക്കെയാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതല് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങി ശോഭിച്ചിരുന്ന സ്വഭാവ പ്രത്യേകതകൾ, പരിശുദ്ധാത്മ അഭിഷേക സ്വഭാവ പ്രത്യേകതകൾ. രണ്ടാമത്തെ ഒരു പോയിന്റ്, കുരിശ് എടുക്കുന്ന പരിശുദ്ധ അമ്മ, കുരിശ് ഏറ്റെടുക്കുന്ന പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയെ കാഴ്ചവെക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപ്പിതാവും ചെല്ലുമ്പോൾ ശിമയോൻ എന്ന മഹാത്മാവ് പറഞ്ഞ കാര്യമുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. അതും അമ്മയ്ക്ക് അതിന്റെ പൊരുൾ എന്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലായോ എന്ന് നമുക്കറിയില്ല. കാരണം തന്റെ ദിവ്യകുമാരൻ ഇനി ഏറ്റെടുക്കാൻ പോകുന്ന പീഡാസഹനം, തന്റെ പുത്രൻ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുത്രനും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയും കേൾക്കാൻ പോകുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും, നമുക്കറിയാം അന്നത്തെ കാലത്ത് എത്രയോ പേരാണ് പരിശുദ്ധ അമ്മയും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. നിന്റെ പുത്രന് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്, പല പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈശോ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു കുരിശിന്റെ വഴിയായിരുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതിന് ശേഷമുള്ള പരിശുദ്ധ അമ്മയുടെ കുരിശിന്റെ വഴി അവളെ തുടങ്ങുകയായിരുന്നു. അപ്പോഴും പരിശുദ്ധ അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച്, വചനം പറയുന്നത് എങ്ങനെയാണ്, ആ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് ആ ഒരു ദൈവത്തോടുള്ള വിശ്വാസ്യതയിൽ വളർന്നു വന്നു. ഇനി പരിശുദ്ധ അമ്മ, അതുകൊണ്ടാണ് നമ്മൾ ഈ കുരിശിന്റെ വഴിയിലെ ഓരോ കുരിശിന്റെ വഴിയുടെ ഓരോ സ്റ്റേഷനും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധ ദൈവമാതാവെ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. അതൊക്കെ പരിശുദ്ധാത്മ അഭിഷേകത്താൽ പ്രേരിതരായി അന്ന് ആബേലച്ചൻ രചിച്ചതാണ്, എഴുതി വെച്ച ഒരു വാചകമാണ്. കാരണം ഈശോയെ അടുത്തനുഗമിക്കുവാന്, ഇത്രയധികമായിട്ട് ഈശോയെ ഹൃദയത്തിലും ഉദരത്തിലും ജീവിതത്തിൽ ഉടനീളവും ആവാഹിച്ച പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും നമ്മളെ ഇത്രയധികമായിട്ട് സഹായിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് വചനത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായോട് ഈശോ പറയുന്നത്, ഇതാ നിന്റെ അമ്മ. ആ നിമിഷം മുതൽ യോഹന്നാൻ ശ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതിനർത്ഥം ഇന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മുടെ എല്ലാം പ്രതീകമായിട്ട്, ലോകത്തിന്റെ പ്രതീകമായിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം ഭവനം എന്നുള്ളത് നമ്മുടെ ഹൃദയമാണ്. ഈശോയ്ക്കറിയാം തന്റെ വേർപാടിന് ശേഷം ഈ തന്നെ അടുത്തനുഗമിച്ച ശിഷ്യന്മാർ കടന്നു പോകുവാനിരിക്കുന്ന ജീവിത പ്രതിസന്ധികള്, വിശ്വാസ പ്രതിസന്ധികള്, പ്രലോഭനങ്ങള് എന്തൊക്കെയാണെന്നുള്ളത് ഈശോയ്ക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തൻ്റെ അമ്മ തന്നെ അവർക്ക് കൂട്ടായിട്ട് വേണം, അതൊരു കാര്യം. ഇനി താൻ ഏറ്റവും അധികം, അമ്മ എന്ന് പറയുന്നത് ആർക്കും ഒരു നെഞ്ചിടിപ്പാണ്, ഒരു വികാരമാണ്. തൻ്റെ അമ്മയെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകാൻ വേണ്ടി ഈശോ ഒരു വലിയൊരു മാതൃകയാണ് നൽകുന്നത്. തൻ്റെ അമ്മയെ ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നില്ല. അടുത്ത തിരുവചനം പറയുന്നത്, ഈശോയെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം തിരുവചനം ഇത് എഴുതിയത് യോഹന്നാൻ ശ്ലീഹ തന്നെയാണ്. ഇന്ന് ഞാൻ മറ്റ് സുവിശേഷകന്മാരുടെ റെഫറൻസ് നോക്കിയപ്പോൾ മറ്റ് സുവിശേഷകന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ, യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലന മറിയവും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ്. പക്ഷെ ഈ ഗ്രന്ഥം രചിച്ച യോഹന്നാൻ ശ്ലീഹയാണ് അതായത് യോഹന്നാൻ ശ്ലീഹ ആ ഒരു അനുഭവത്തിലൂടെ കണ്ടതും കേട്ടതുമായ ഒരു കാര്യമാണ്
എഴുതി വെച്ചേക്കുന്നത്. അനന്തരം പിന്നീട് യോഹന്നാൻ ശ്ലീഹ തുടർച്ചയായിട്ട് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞു എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി ഈശോ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു. അതായത് മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. തന്റെ അമ്മയെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് എല്ലാം നിറവേറിക്കഴിഞ്ഞു. ആ ഈ എത്രയോ വലിയൊരു ഒരു അഗാധമായ എന്താണ് ഒരു മീനിങ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ലോകത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തില് പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും ഇനി പുത്രന്റെ കരം പിടിച്ച് മനുഷ്യകുലം മുന്നേറണമെങ്കിൽ ഒരു അമ്മയുടെ സാന്നിധ്യം ഈശോയ്ക്ക് ഉറപ്പാക്കണമായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാര് ആ വലിയ വിശ്വാസ പ്രതിസന്ധിയിലും അവര് കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിച്ചു പോയാലോ എന്നുള്ള ആ ഒരു വേളയിലും പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പന്തക്കുസ്ത അനുഭവം. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? തീർച്ചയായിട്ടും അവന്റെ കൂടെ അവനെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. പിന്നീട് എല്ലാ വിശ്വാസികൾക്കും ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മ. ഈ കുരിശിന്റെ വഴികളിലൂടെ ധ്യാനിക്കുന്ന ഈ പുണ്യനാളുകളില് ഈ ഒരു 2-3 കാര്യം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. വിശ്വാസത്തിന്റെ വലിയ നമ്മുടെ ജീവിത പ്രതിസന്ധികളില് മല പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ വിശ്വാസ പ്രതിസന്ധികള്, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, പരാജയ ഭീതികള്, ഞാൻ എവിടെയും എത്തിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആകുലതകള്, ലോകത്തിൻ്റെതായ വഴിയിലൂടെ ലോകം നമുക്ക് നൽകുന്ന എല്ലാ ഞെരുക്കങ്ങളും, ഇതിന്റെയൊക്കെ മധ്യത്തില് ഏറ്റവും വിളങ്ങി ശോഭിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു വലിയ ഘടകമാണ് നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിശ്വാസ ധീരത. പരിശുദ്ധ അമ്മ സഹമധ്യസ്ഥ ആയിട്ടാണ് കുരിശിന്റെ കീഴിലുള്ള, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സഹമധ്യസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മ. നിങ്ങൾ മിക്കവരും കേട്ടിട്ടുണ്ടാകും ഈ ഒരു അനുഭവം, അതായത് ലൂർദിലെ അനുഭവം കേട്ടിട്ടുണ്ടാകില്ല. ആരെങ്കിലും കേൾക്കാതെ ഉണ്ടെങ്കിൽ ഞാനിത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ലൂർദില് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജന്മന മുടന്തനായ ഒരു കുഞ്ഞിനെ കൊണ്ട് അവന്റെ മാതാപിതാക്കള് ഈ ദിവ്യകാരുണ്യ വൈദികൻ, പുരോഹിതൻ ദിവ്യകാരുണ്യവുമായിട്ട് വരുന്ന, ബ്ലെസ്സിങ്ങിനായിട്ട് വരുന്ന ആ വഴിയോരത്ത് ഇങ്ങനെ പ്രാർത്ഥനാപൂർവം നിൽക്കുകയാണ്. വൈദികൻ ദിവ്യകാരുണ്യം ആശീർവദിച്ച് അവരെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ മാതാപിതാക്കള് കുഞ്ഞിന്റെ കാതുകളിൽ പറഞ്ഞു, ഈശോയോട് ചോദിച്ചുകൊള്ളുക, എന്തും ലഭിക്കും. മോൻ വിശ്വാസത്തോടുകൂടി കരഞ്ഞു പ്രാർത്ഥിച്ചോ, ഈശോ നിനക്ക് സൗഖ്യം നൽകും. ആ കുഞ്ഞ് അതീവ ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ. ആ വൈദികൻ അവന്റെ മുമ്പിൽ കൂടെ കടന്നുപോയിട്ടും അവന്റെ ശരീരത്തിലേക്ക് നോക്കി യാതൊരു മാറ്റവും കാണുന്നില്ല. ആ കുഞ്ഞ് പിന്നീട് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഈ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ആ നിമിഷത്തിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒരു പ്രഭ ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് വന്ന് അവൻ സുഖം പ്രാപിച്ചതായിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും എനിക്ക് ബാക്കി വേറെ ഒന്നും പറയാനില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും നമുക്ക് ഒരു അവശ്യ ഘടകമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയെ ലോകം മുഴുവനിലേക്കുമായിട്ട് നമുക്കായിട്ട് ഈശോ സമ്മാനിച്ചത്. തീർച്ചയായിട്ടും ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന നാളുകളില് ചേർന്ന് നമ്മൾ കുരിശിന്റെ വഴിയിലൂടെ, ജീവിതമാകുന്ന കുരിശിന്റെ വഴിയിലൂടെ നീങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം ലഭിക്കും. നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. സഹരക്ഷകയായിട്ട് എപ്പോഴും അമ്മ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ അന്ത്യദിനത്തില് നമുക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കും. ആ ഒരു ഉറപ്പ്,
ആ ഒരു ഉറപ്പിൽ നമുക്ക് ജീവിക്കാം. ഒരു കാര്യം കൂടെ ഇപ്പൊ മനസ്സിലേക്ക് ഓടി വന്നതാണ്. ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആദ്യത്തെ അത്ഭുതം നമുക്കറിയാം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ്. ഞാൻ വെറുതെ ഇന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ വളരെ വളരെ ഒരു നാടകീയമായിട്ടുള്ള ഒരു രംഗമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. പരിശുദ്ധ അമ്മ എത്ര ഒരു വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ എന്തൊരു ബോധ്യത്തോടു കൂടിയാണ് ആ ഭൃത്യരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. അതിന് തൊട്ടു മുന്നെയാണ് ഈശോ ചോദിച്ചത്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? അതിന്റെ അർത്ഥം നമുക്കറിയാം, എന്റെ സമയം ഇനി ആയിട്ടില്ല എന്നുള്ള ഒരു എനിക്കും നിനക്കും എന്ത്, ആ ഒരു ചോദ്യമാണ്. പക്ഷെ പരിശുദ്ധ അമ്മ പിന്നീട് ആ ഭൃത്യരോട് ആ ഈശോ പറഞ്ഞത് കേൾക്കാത്ത ഭാവത്തില്, അല്ലെങ്കിൽ അതിനെ വകവയ്ക്കാതെ, അല്ലെങ്കിൽ അതിലും വലിയൊരു വിശ്വാസം, ആ ഒരു വളരെ ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു ജനതയെ കൊണ്ടുവരുവാൻ വേണ്ടി, ആ ഒരു വിശ്വാസത്തിന്റെ ആഴമാണ് പരിശുദ്ധ അമ്മയുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ നിമിഷം യാചിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മുടെ ജീവിത പ്രതിസന്ധികളെ, രോഗ അവസ്ഥകളെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും, തിരുസഭയെയും, പ്രത്യേകിച്ച് ഇപ്പോൾ രോഗാവസ്ഥയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും, പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന തിരുസഭയെ, പ്രത്യേകമായിട്ട് സീറോ മലബാർ സഭയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ വൈദികരെയും സമർപ്പിതരെയും, എല്ലാ കുടുംബങ്ങളെയും, മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും, പ്രത്യേകിച്ച് ഹോളി ഫാമിലി മിനിസ്ട്രിയെയും എല്ലാം നമുക്ക് ഒരു നിമിഷം ഈ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക്, അവിടുത്തെ തിരുവിലാവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഉയർത്താം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും എൻ്റെ മനസ്സിനെ തൊട്ട് തലോടുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയോടുള്ള ജപമുണ്ട്. അത് ഈ നിമിഷം നമുക്ക് ചൊല്ലാം. ഞാൻ ഉറക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾ മൗനമായിട്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തോട് ചേർത്ത് പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.